മൈക്കിളിന് അവസാനഘട്ട ക്യാൻസർ ആയിരുന്നു. അതിനാൽ അദ്ദേഹം തന്റെ മകനു വേണ്ടി ഒരു പുതിയ കുടുംബത്തെ കണ്ടെത്താൻ ആഗ്രഹിച്ചു. അന്ന് കൂലിവേല കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം ആദ്യം മകനെ കുളിപ്പിച്ച് വൃത്തിയാക്കി. എന്നിട്ട് അവനെ ഒരു ദമ്പതികളുമായി പരിചയപ്പെടുത്താൻ കൊണ്ടുപോയി. അവർ വളരെ പരുഷ സ്വഭാവമുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ദമ്പതികൾ തന്റെ മകൻ ഒട്ടും ചേരുന്നവരല്ലെന്ന് ആൾക്ക് മനസ്സിലായി. അദ്ദേഹം അവരുടെ വാഗ്ദാനം നിരസിച്ചു പുതിയൊരു കുടുംബത്തെ തിരിയാൻ തുടങ്ങി. ഇത്തവണ അദ്ദേഹത്തിന് കിട്ടിയത് ഒരു അതിസമ്പന്ന കുടുംബത്തെയാണ്. അവർക്ക് പണത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. മകന് സുഖമായി താമസിക്കാൻ കഴിയുന്ന വലിയ മുറികൾ അവർ അദ്ദേഹത്തെ കാണിച്ചു. ദമ്പതികൾ മകന് ഒരു കളിപ്പാട്ടം സമ്മാനമായി നൽകുകയും ചെയ്തു. എന്നാൽ അവർ എത്രത്തോളം ധനികരായിരുന്നോ അതിനേക്കാൾ വലിയ പിശുക്കന്മാരായിരുന്നു. പോകുമ്പോൾ അവരുടെ ഭാര്യ ആ കളിപ്പാട്ടം തിരികെ നൽകിയിട്ട് പോകാൻ അദ്ദേഹത്തോട് ആംഗ്യം കാണിച്ചു. ഒരു കളിപ്പാട്ടം പോലും കൊടുക്കാൻ മനസ്സില്ലാത്ത ഇവർ താൻ മരിച്ചാൽ മകനെ എങ്ങനെ നോക്കുമെന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. അതുകൊണ്ട് അദ്ദേഹം മറ്റൊരു ദമ്പതികളെ കാണാൻ പോയി. ഒരുപാട് തിരച്ചിലിന് ശേഷം ഇന്ന് അദ്ദേഹത്തിന് ഒരു നല്ല കുടുംബത്തെ കിട്ടിയിരുന്നു. അവർ രണ്ടുപേരും വളരെ നല്ലവരും കാര്യബോധമുള്ളവരുമായി തോന്നി. അവർക്കൊരു മകളുണ്ടായിരുന്നു. അവൾ മൈക്കിളിന്റെ മകനോടൊപ്പം കളിച്ച് വളരെ സന്തോഷിച്ചു. ഇത് കണ്ടപ്പോൾ മൈക്കിൾ ഒരു നെടുവീർപ്പിട്ടു. അദ്ദേഹം കരാർ ഉറപ്പിക്കാൻ പോവുകയായിരുന്നു. അപ്പോഴാണ് ആ ആൾക്ക് പട്ടികളോട് കടുത്ത അലർജിയാണെന്ന് അറിയുന്നത്. എന്നാൽ മൈക്കിളിന്റെ മകൻ ഒരു വളർത്തുനായ വേണമെന്നൊരു നിഷ്കളങ്കമായ ആഗ്രഹമുണ്ടായിരുന്നു. ഒരച്ഛനായതുകൊണ്ട് തന്റെ മകന്റെ ആഗ്രഹത്തിന് വഴങ്ങുകയെ അദ്ദേഹത്തിന് നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. അച്ഛാ, എന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ സ്വയം അകറ്റാൻ ശ്രമിക്കുന്നത് എന്ന് മകൻ പലപ്പോഴും ചോദിക്കുമായിരുന്നു. ഒരു ദിവസം അവൻ പൂന്തോട്ടത്തിൽ ഒരു ചത്ത പ്രാണിയെ കണ്ടെത്തി. മകനോട് സത്യം പറയാനുള്ള ശരിയായ സമയം ഇതാണെന്ന് അദ്ദേഹം ചിന്തിച്ചു. മോനെ, ഇത് മരിച്ചുപോയി, ഞാനും ഒരു ദിവസം മരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ മകന് മരണം എന്താണെന്ന് ഒട്ടും മനസ്സിലായില്ല. അവനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കളി മാത്രമായിരുന്നു. എല്ലാം അവസാനിച്ചാലും വീണ്ടും തിരിച്ചു വരുമെന്ന് അവൻ കരുതി. അടുത്ത ദിവസം ജോലി ചെയ്യുന്നതിനിടയിൽ മൈക്കിളിന്റെ ആരോഗ്യം വഷളായി. അദ്ദേഹം സമയം കളയുകയാണെന്ന് കരാറുകാരന് തോന്നി. അതുകൊണ്ട് വൈകുന്നേരം അദ്ദേഹം മൈക്കിളിന്റെ ശമ്പളത്തിൽ നിന്ന് വലിയൊരു തുക കുറച്ചു. എന്നാൽ മൈക്കിളിന് അതിലൊന്നും ഒരു ശ്രദ്ധയും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ആശുപത്രിയിൽ പോയി പരിശോധന നടത്തി. തനിക്കിനി അധികം സമയമില്ലെന്ന് അവിടെ വെച്ച് അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ട് അദ്ദേഹം മകനെ കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി. അദ്ദേഹം അവനെ നിർമ്മാണ സ്ഥലത്തേക്ക് കൊണ്ടുപോയി വീട്ടുജോലികൾ പഠിപ്പിച്ചു. കൂടാതെ താൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്കും കൊണ്ടുപോകുമായിരുന്നു. തന്റെ മരണശേഷം മകന് ആരുടെയും മുന്നിൽ കൈനീട്ടേണ്ടി വരരുതല്ലോ. അടുത്ത ദിവസം അദ്ദേഹം അവനെ മറ്റൊരു കുടുംബത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവർക്കൊരു വളർത്തുനായയും ഉണ്ടായിരുന്നു. അപ്പോഴാണ് അവരുടെ മോശം സ്വഭാവമുള്ള മകൻ ചീത്തവാക്കുകൾ വിളിച്ചു പറയുന്നത് കേട്ടുകൊണ്ട് അവിടേക്ക് വന്നത്. ഇത് കണ്ടപ്പോൾ ആൾക്ക് അവിടെ നിന്ന് പോകേണ്ടി വന്നു. കാരണം തന്റെ മകൻ അത്തരമൊരു വീട്ടിൽ താമസിക്കാൻ അദ്ദേഹം തീരെ ആഗ്രഹിച്ചില്ല. ആരോ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം തനിച്ചു താമസിക്കുന്ന ഒരു സ്ത്രീയുടെ വീട്ടിൽ പോയി. ഈ സ്ത്രീ നല്ല മനസ്സുള്ളവളായി തോന്നി. അവൾ മടിയും കൂടാതെ കുട്ടിയോടൊപ്പം ഇരുന്ന് കളിക്കാൻ തുടങ്ങി. കുട്ടിയുടെ ഇഷ്ടവിഭവത്തെക്കുറിച്ചും അവൾ ചോദിച്ചു. അവളുടെ ഈ സ്വഭാവം അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. ഇനി തന്റെ എല്ലാ സ്വത്തുക്കളും ആ സ്ത്രീയുടെ പേരിൽ എഴുതി വെക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെ മൈക്കിളിന് ശേഷം ആ സ്ത്രീക്ക് തന്റെ മകനെ നന്നായി നോക്കാൻ കഴിയുമല്ലോ.